ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് ഈ വെള്ളിയാഴ്ച ദിവസം ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് നാം ഓരോരുത്തരും അണഞ്ഞിരിക്കുകയാണ്. ദൈവവചനം വായിച്ച് ധ്യാനിക്കുവാനും ദിവികാരനാഥന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുവാനുമായിട്ട് ഏറ്റവും തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വലിയ നിറവിനാൽ നിറയപ്പെടുവാൻ, നമ്മുടെയൊക്കെ ഉള്ളങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, ദൈവവചന ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം നമുക്ക്. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവിന്റെ നിറവിന് വേണ്ടിയിട്ട്, വചനാഭിഷേകത്താൽ നിറയപ്പെടുവാനായിട്ട്, ദൈവവചന ശക്തി നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാനായിട്ട് ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകട്ടെ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കൃപയുടെ നിറവ് ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട്, കൃപ സമർത്ഥമായിട്ട് ഒഴുകുവാനായിട്ട് ഈ നിമിഷം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. Glory, 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 glory. Hallelujah, hallelujah, hallelujah. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. കാര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദീക്ഷണമായി പ്രാർത്ഥിക്കട്ടെ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ
നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 13 വാക്യങ്ങൾ 24 മുതൽ. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന് ഇടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്ത് വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ട് കളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ. ഗോതമ്പ് എന്റെ ധാന്യപുരയിൽ സംഭരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായില് ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വളരെ മനോഹരമായ ഒരു തിരുവചന ഭാഗമാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിന്റെ നാം കണ്ടുമുട്ടുകയാണ്. ഈശോനാഥൻ വിത്തിന്റെ ഉപമ പറയുന്ന അധ്യായമാണ് അത്. വിതക്കാരൻ വിതയ്ക്കുന്നു. ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ്. വിതക്കാരൻ വിതയ്ക്കുകയും, അവൻ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീഴുന്നു, ചിലത് പാറകൾക്കിടയിൽ വീഴുന്നു, ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നു, ചിലത് നല്ല നിലത്ത് വീഴുന്നു. വിതക്കാരൻ വിതയ്ക്കുന്ന വിത്തില് 4-1 മാത്രമേ നല്ല നിലത്ത് വീഴുന്നുള്ളൂ. വീണ്ടും രണ്ടാമത്തെ ഉപമയിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് കളകളുടെ ഉപമ. യജമാനൻ നല്ല വിത്ത് തന്റെ വിളഭൂമിയിലേക്ക്, തന്റെ വയലിലേക്ക് വിതച്ചപ്പോൾ രാത്രിയിൽ വേലക്കാര് ഉറങ്ങിയ സമയത്ത് അവന്റെ ശത്രു വന്ന് കളകൾ വിതച്ചിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നിലം എന്ന് പറയുന്നത്, ഈ വിളഭൂമി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെയാണ് ഈശോനാഥൻ ഇതേ ദിവസം വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് വിതയ്ക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വചനവും വിതയ്ക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ വചനവും ലോകത്തിന്റെ വചനവും ഒന്നുപോലെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കപ്പെടുക. ഈ വിതയ്ക്കലിന് ഒരു പ്രത്യേകതയുണ്ട്. പകലാണ് ദൈവത്തിന്റെ വചനം വിതയ്ക്കുന്നത്, പക്ഷെ രാത്രിയുടെ പ്രവർത്തികൾ, അന്ധകാരത്തിന്റെ പ്രവർത്തികളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ലോകത്തിന്റെ വചനത്തെ വിതയ്ക്കുന്നത്. ഇവയെ തിരിച്ചറിയാൻ സാധിക്കണം. നിങ്ങൾ പകലിന് യോജിച്ചവരായിട്ട് ജീവിക്കുവിൻ, അന്ധകാരത്തിന്റെ പ്രവർത്തികളെ വെറുത്തുപേക്ഷിക്കുവിൻ എന്ന് പൗലോസ്ലീഹ വളരെ ശക്തമായിട്ട് ഇവിടെയാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കുവാനായിട്ട് ഈ നിമിഷം സാധ്യമാക്കണം. വിതക്കാരൻ വിതയ്ക്കുകയും, വിതയ്ക്കുന്ന വിതക്കാരൻ നല്ല വിത്തിനെ വിതയ്ക്കുമ്പോൾ അവന്റെ ശത്രു വന്ന് കളകളും ഒപ്പം വിതയ്ക്കുക, രണ്ടും ഒരുമിച്ച് വളരുകയാണ്. ഇതിന് വളർച്ചയുടെ ആരംഭഘട്ടത്തില് ഒരിക്കലും ഏതാണ് നല്ല ചെടിയെന്നും ഏതാണ് കളയെന്നും തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല. ഗോതമ്പ് വിളയാറായപ്പോൾ ഗോതമ്പില്
കതിരുകൾ പൊട്ടിയപ്പോഴാണ് കൂലിക്കാർ പോലും തിരിച്ചറിയുന്നത്, വേലക്കാർ തിരിച്ചറിയുന്നത് ബാക്കിയുള്ളത് കളകളാണെന്ന്. അവർ വന്ന് യജമാന്റെ അടുക്കൽ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കളകൾ പറിച്ചു നീക്കട്ടെ. യജമാനൻ പറയുകയാണ്, നിങ്ങൾ ഒരു കാരണവശാൽ ഇപ്പൊ കളകൾ പറിക്കരുത്. എന്താണ് ഇതിന് കാരണം? ഗോതമ്പ് ചെടിയുടെ വേരുകളും കളകളുടെ വേരുകളും ഒന്ന് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ കള പറിക്കുമ്പോൾ ചെടിയും പിഴുതു കളഞ്ഞേക്കാം, ചെടിയും നിങ്ങൾ പിഴുതു കളഞ്ഞേക്കാം. പക്ഷെ എന്താ യജമാനൻ പറയുന്നത്? കൊയ്ത്തിന്റെ സമയത്ത് ഞാൻ പറയും, ആദ്യം കളകൾ പറിച്ച് കെട്ടുകളാക്കി അഗ്നിക്കിരയാക്കാനായിട്ട് വെക്കുവിൻ. ഗോതമ്പ് പറിച്ച് എന്റെ അറപ്പുരയിൽ, ധാന്യപ്പുരയിൽ നിങ്ങൾ ശേഖരിക്കുവിൻ. പ്രേമുള്ളവരെ, ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ ദൈവം മനുഷ്യന് തരുന്ന വലിയൊരു അവസരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. നമുക്കൊന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. നന്മയുടെ ഫലങ്ങളുമുണ്ട്, തിന്മയുടെ ഫലങ്ങളുമുണ്ട്. നാം ഏതിനോടാണ് ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്നത്? നന്മയുടെ ഫലങ്ങളെ സമൃദ്ധിയിൽ വർഷിക്കുവാനായിട്ട്, നന്മയെ ജീവിതത്തിലൂടെ ഒഴുക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. നല്ല നിലം ഹൃദയം എപ്പോഴും വിശുദ്ധമാ, പക്ഷെ ഹൃദയത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വചനം പറയുന്നത്, പുറമേ നിന്ന് വരുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല, മറിച്ച് അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിത യാത്രയിൽ ഇന്നേ ദിവസം നമ്മളത് പരിശോധിച്ച് നോക്കണം. എത്രമാത്രം ഒരു വിശുദ്ധിയുടെ നിറവില് എന്റെ ഹൃദയമാകുന്ന വയൽ ആയിരിക്കുവാനായിട്ട്, നല്ല വിത്തിനെ എന്റെ ഹൃദയമാകുന്ന വയലിൽ സ്വീകരിക്കുവാനായിട്ട്, അതിന് വളരുവാനായിട്ട്, അതിന് 100 മേൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ഞാൻ ജീവിതത്തിൽ അവസരം ഒരുക്കുന്നുണ്ടോ? ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആഴമായിട്ട് പരിശോധിക്കണം. ഇന്നത്തെ യുവതലമുറയിലേക്ക് ഒരു നിമിഷം നമുക്കൊന്ന് നോക്കുവാനായിട്ട് സാധിക്കണം. ഒത്തിരിയേറെ നന്മകളുള്ളവരാണ് ഇന്നത്തെ യുവതലമുറ. ഒത്തിരിയേറെ അവസരങ്ങൾ അവരുടെ മുൻപിലുണ്ട് നന്മയായിട്ട് ജീവിക്കാനായിട്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, പഴയ കാലത്തേക്കാൾ ഉപരിയായിട്ട് എഫിഷ്യന്റ് പീപ്പിൾ, എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, ഹെൽത്തി പീപ്പിൾ, they know better than others. ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കണം. ഒത്തിരിയേറെ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുൻപിൽ ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും. ജീവിതത്തിൽ നന്മയായിട്ട് തീരാനായിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അവരുടെ മുൻപിൽ ഇന്നുണ്ട്. സഭ നൽകുന്നുണ്ട്, ലോകം നൽകുന്നുണ്ട്, എല്ലാ തരത്തിലും അവരുടെ ജീവിതത്തിൽ ഉണ്ട്. ഒരു ബെറ്റർ ലൈഫ് നയിക്കുവാൻ അവസരങ്ങൾ. പക്ഷെ അതോടൊപ്പം തന്നെ അന്ധകാരത്തിന്റെ പ്രവർത്തികൾ അവരെ ഈ ബെറ്റർ ലൈഫിൽ നിന്ന് ലോ ലൈഫിലേക്ക് കൊണ്ടുപോകുവാനായിട്ടുള്ള പലതും ഇന്ന് ലോകത്ത് ഉണ്ട്. നന്മ ഒരു വശത്ത് അവർ നിൽക്കുമ്പോൾ തിന്മ മറുവശത്ത് അവരെ കാത്തു നിൽക്കുകയാണ്. പലപ്പോഴും ഒരു ജംഗ്ഷനിലാണ് ഇന്നത്തെ യുവജനങ്ങൾ നിൽക്കുന്നത്. നന്മയുടെ വഴിയിലേക്ക് നടന്നു നീങ്ങാം, തിന്മയുടെ വഴിയിലേക്ക് നടന്നു നീങ്ങാം. പക്ഷെ ഈ നന്മയുടെ വഴിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. തിന്മയുടെ വഴി എന്ന് പറയുന്നത് വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ ചതിക്കുഴിയിലേക്കും അന്ധകാരത്തിലേക്കും നിപതിക്കുന്നതാണ്. ജീവിതയാത്രയില് ഈ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങളാണ് അവരെയും അവരുടെ കുടുംബത്തെയും അവരുടെ സമൂഹത്തിലേക്കും പ്രകാശവും അന്ധകാരവും വീശാനായിട്ട് കാരണമാകുന്നത്. ഇവിടെ നോക്കുകയും വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയും കൊയ്ത്തുവരെയുള്ള സമയമുണ്ട്. കൊയ്ത്തുവരെയുള്ള സമയം ദൈവം നൽകുകയും ഒരുമിച്ച് വളരാനായിട്ട്. പക്ഷെ കൊയ്ത്തിന് കാലമായപ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യം കളകൾ പറിച്ച് കെട്ടുകളാക്കി വെക്കുക, അഗ്നിക്ക് ഇരയാക്കാനായിട്ട്. നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കണം. തിന്മയുടെ വഴിയിലേക്ക് പോയാൽ കരിഞ്ഞ് ചാമ്പലാകും. നന്മയുടെ വഴിയിലേക്ക് പോയാൽ വീണ്ടും നിലത്ത് വീണ് അടിഞ്ഞ് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന
ഒരു ജീവിതത്തിന്റെ ജീവൻ പകരുന്ന അവസ്ഥയിലേക്ക് ജീവിതം ചെന്നെത്തുന്നു. നമ്മൾ പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കണം, ഏതാണ് ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത്? God has given freedom with responsibility to the whole mankind, to the whole humanity. It's our responsibility to choose what is right and what is wrong. It is our responsibility to lead a holy life. Amen. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹത്താൽ നിറയപ്പെടുവാനായിട്ട് ഈ നിമികാലിന്റെ ആരാധനയിൽ നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. നന്മയോട് ചേർന്ന് നന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല വ്യക്തികളായിട്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പാം, നമ്മളെ തന്നെ ഒരുക്കാം. കാലങ്ങൾക്കപ്പുറം തന്നണിയും കാലമുണ്ടതോർക്കണം. തമിഴിലൂടൊഴുകുന്ന കണ്ണീരപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവരുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തണിയണിയും കാലമുണ്ടതാകണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്നും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. എന്റെ ശക്തിയുടെ എല്ലാവരുടെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും എന്റെ കൃപയും കാരുണ്യവും ഒഴുക്കണം ഈശ്വരീയ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു. കരുതുള്ളും തിരുമാലയ്ക്കപ്പുറം
ഒഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂറൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. തമ്പുരാന്റെ കൃപയ്ക്ക് ഈ നിമിഷം ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ ഈ നിമിഷം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുവാനായിട്ട് ദൈവാനുഗ്രഹ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുവാനായിട്ട് നിമിഷം പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ നിമിഷം ചേർത്ത് വെക്കുകയാണ്. അവരെല്ലാ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെ ചേർത്ത് വെക്കുന്നു. ഈ ഒരു ദിവസകാലം വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു ആഴ്ചക്കാലം വാട്സപ്പിലൂടെയും മെസ്സഞ്ചറിലൂടെയും ഇമെയിലിലൂടെയും ഒക്കെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അയച്ചവര്, അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി നൽകിയവര്, അവരെ ഓരോരുത്തരെയും ഈ നിമിഷം ചേർത്ത് വെക്കുകയാണ്. അവർ നല്ല ആഗ്രഹങ്ങളെ ചേർത്ത് വെക്കുകയാണ്. ദൈവം നൽകിയ എല്ലാ കൃപകളെ അനുഗ്രഹങ്ങളെ ചേർത്ത് വെക്കുകയാണ്. CBTയുടെ എക്സാം പാസ്സായതിനെ ഓർത്ത് ജിസ്മി ദൈവദിനസന്നിധിയിൽ നന്ദി പറയുന്നു. OET എക്സാം പാസ്സായതിനെ ഓർത്ത് 5 മക്കള് ദൈവദിനസന്നിധിയിൽ നന്ദി പറയുകയാണ്. കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവദിനസന്നിധിയിൽ നന്ദി പറയുന്നു. ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോരുവാനായിട്ട് ദൈവം നൽകിയ കൃപയെ ഓർത്ത് ദൈവദിനസന്നിധിയിൽ നന്ദി പറയുന്നു. ഭവനം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവദിനസന്നിധിയിൽ നന്ദി പറയുന്നു. കടമില്ലാതെ ജീവിക്കുവാനായിട്ട് ദൈവം നൽകിയ വലിയ വരത്തെ ഓർത്ത് ദൈവദിനസന്നിധിയിൽ നന്ദി പറയുന്നു. ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇക്കാമ റിന്യൂവൽ ചെയ്ത് നൽകിയതിന്, കോൺട്രാക്ട് റിന്യൂ ചെയ്തതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വെക്കേഷൻ പോകാനായിട്ട് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവദിനസന്നിധിയിൽ നന്ദി പറയുകയാണ്. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് ദൈവദിനസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദീക്ഷമായിട്ട് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ദീക്ഷമായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കണ്ണിന് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഓരോ മക്കളെയും ചേർത്ത് വെക്കുകയാണ്. പ്രത്യേകിച്ച് കാലഘട്ടത്തില് കണ്ണ് സംബന്ധമായ രോഗം മൂലം വിഷമിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വെക്കുകയാണ്. കാഴ്ചക്കുറവുള്ളവരുണ്ട്, ഇൻഫെക്ഷൻ ആയിട്ടുള്ളവരുണ്ട്, കണ്ണിൽ പ്രഷർ ആയിട്ടുള്ളവരുണ്ട്. അവരെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുകയാണ്. അവരുടെ കണ്ണിന്റെ രോഗത്തിന്റെ മേഖലകളിലേക്ക്
ദൈവമേ, അന്ധനെ സുഖപ്പെടുത്തിയ തമ്പുരാനെ, തുപ്പല് കൊണ്ട് ചെളിയുണ്ടാക്കി അന്ധന്റെ കണ്ണിൽ പൂശി അവന് സൗഖ്യം കൊടുത്ത് അവന് കാഴ്ചയുടെ വരം കൊടുത്ത ദൈവമേ, എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കണ്ണ് സംബന്ധമായ രോഗത്തെ വലയുന്ന ഓരോ മക്കളിലേക്കും നിന്റെ കൃപ ഒഴുകിക്കൊണ്ട് നീ അവരെ ഓരോരുത്തരെയും കണ്ണില് നിന്റെ തൈലം പൂശി വിശുദ്ധീകരിച്ച് അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങള് ഉദരത്തിലായിരിക്കുന്ന അമ്മമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പല പ്രത്യേകമായിട്ട് സ്കാനിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ ഈ സമയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആകുലതകളിലായിരിക്കുന്ന അമ്മമാരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരില്, അല്ലെങ്കിൽ കുഞ്ഞിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞതിന്റെ പേരില് ആകുലതയിലായിരിക്കുന്ന അമ്മമാരെ, കുടുംബാംഗങ്ങളെ ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും ഈശോനാഥ, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ കൃപ ഒഴുക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോനാഥ, പരിശുദ്ധ അമ്മ എലീശായുടെ ഭവനം സന്ദർശിച്ചപ്പോൾ എലീശായുടെ ഉദരത്തിൽ സന്തോഷത്താൽ ശിശു കുതിച്ചു ചാടി എന്ന് നിങ്ങൾ വചനത്തിൽ വായിക്കുന്നു. ഈശോനാഥ, ഈ നിമിഷം ഞങ്ങൾ ദീക്ഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈശോയെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും കൊടുത്ത് അവരെ സംരക്ഷിക്കണമേ എന്ന്, അവരെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് ഈ ലോകത്തിലേക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ സമയം മാതാപിതാക്കളുടെ രോഗത്തെ ഓർത്ത് വിഷമിക്കുന്ന മക്കള്,
മാതാപിതാക്കളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ഈ നിമിഷം ദൈവ തിരുസന്നതയോട് ചേർത്ത് വെക്കുകയാണ്. മാതാപിതാക്കളെ, പ്രായമായ മാതാപിതാക്കളെ ഓർത്ത് അവരെ അടുത്തായിരിക്കുവാനായിട്ട് സാധിക്കാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വെക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകൾ ചേർത്ത് വെക്കുകയാണ്. പ്രത്യേകിച്ചും രോഗികളായിട്ട് ഭവനങ്ങളില്, ആശുപത്രികളിലായിരിക്കുന്ന മാതാപിതാക്കളെ ഈ നിമിഷം ദൈവ തിരുസന്നതയോട് ചേർത്ത് വെക്കുകയാണ്. പ്രത്യേകിച്ചും ആരാരുമില്ലാത്തതിന്റെ വേദനയിലായിരിക്കുന്നവർക്ക് ഈശോനാഥ, നീയാകുന്ന ആശ്വാസവും സമാധാനവും സൗഖ്യവും അവരുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അനേകം മക്കൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും OETയുടെ IELTSന്റെ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് പഠിക്കുവാനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ ഈ നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പല പ്രാവശ്യം പരീക്ഷ എഴുതി പരാജയപ്പെട്ടതിന്റെ ഭയത്തിൽ ആയിരിക്കുന്നവര്, പുസ്തകം എടുക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് സാധിക്കാത്തവര്, കണ്ണീരോടുകൂടി ആയിരിക്കുന്ന മക്കളെ ഈ നിമിഷം ചേർത്ത് വെക്കുകയാണ്. ജീവിതത്തിൽ ഒരു വഴി തുറന്നു കിട്ടുവാനായിട്ട് പഠനത്തിൽ ആശ്രയിച്ചിരിക്കുന്നവരുണ്ട്. ദൈവമാണ് വഴി തുറന്നു കൊടുക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് എല്ലാ വിജയവും അവിടുന്ന് നൽകും. അവിടുന്ന് നിനക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തുകൊള്ളും. നീ സമാധാനത്തോടു കൂടി ആയിരിക്കുക. വചനം നമ്മോട് പറയുകയാണ്. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് പരീക്ഷകൾ എഴുതിയിരിക്കുന്നവര്, എഴുതുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വെക്കുകയാണ്. പ്രത്യേകിച്ചും ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂകള്, ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷകള്, ജോലിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഈശോനാഥ, അവരുടെ ജീവിതത്തിന് ആവശ്യമായ കൃപ, പ്രത്യേകിച്ചും ഉത്സാഹത്തോടുകൂടെ പഠിക്കുവാനായിട്ട്, ഏകാഗ്രതയോടെ കൂടെ പഠിക്കുവാനായിട്ട്, പരാജയ ഭീതി അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ, നിരാശ എടുത്തു മാറ്റണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഈ നിമിഷം ആഗ്രഹിച്ചത് പ്രാർത്ഥിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളെയും ചേർത്ത് വെക്കുകയാണ്. ഈ നിമിഷം അതോടൊപ്പം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്ത കുടുംബങ്ങള്, കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ പരാതിയും പരിഭവമായിട്ടായിരിക്കുന്നവര്, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, ഭവനമില്ലാത്തതിന്റെ പേരിൽ, ജോലിയില്ലാത്തതിന്റെ പേരിൽ, സ്വാർത്ഥതകൾ മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, പരസ്പരം അംഗീകരിക്കുവാനായിട്ട് സാധിക്കാത്തവർ, പരസ്പരം ക്ഷമിക്കാനായിട്ട് സാധിക്കാത്തവർ, തെറ്റുധാരണകളിലായിരിക്കുന്നവർ, വഞ്ചനയും ചതിയും മൂലം തകരുന്ന കുടുംബങ്ങൾ ഈ നിമിഷം ചേർത്ത് വയ്ക്കുകയാണ്. മക്കളെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ടത് മൂലം ആകുലതയിലും ദുഃഖത്തിലുമായിരിക്കുന്ന മക്കളെ ചേർത്ത് വയ്ക്കുന്നു. മാതാപിതാക്കളുടെ കലഹം കണ്ട് ഭവനത്തിൽ ഭയന്ന് വിറച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കൃപയും കാരുണ്യവും ഈ നിമിഷം ഒഴുക്കണമേ. എല്ലാ ആകുലതകളിലേക്ക്, ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളിലേക്ക്, ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരെ, സന്യസ്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും ദൈവവിളിക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതാ നിന്റെ കൃപ എല്ലാ മക്കളിലേക്കും ഒഴുക്കണം. നിന്റെ അഭിഷേകം ശക്തമായിട്ട് വർഷിക്കണം. ഒരു നിമിഷം മുട്ടുകുത്തി കരങ്ങൾ കുപ്പി ഏറ്റവും തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കൃപയും കാരുണ്യവും നമ്മുടെ ഓരോരുത്തരെ മേൽ ഒഴുകി ഇറങ്ങുവാനായിട്ട് ഏറ്റവും തീക്ഷണമായിട്ട് ആഗ്രഹിക്കാം. ഈ സമയം ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരുണ്യത്തിന്റെ അനുഗ്രഹവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരങ്ങൾ കൂപ്പി ഏറ്റവും തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. എല്ലാ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കാം. ഈ വരുന്ന ഒരാഴ്ചക്കാലത്ത് ജീവിതത്തെ ചേർത്ത് വയ്ക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ചേർത്ത് വയ്ക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ പിതാവിന്റെയും പ്രാർത്ഥനകളും വിശുദ്ധ ഗീവർഗീസിന്റെ മിസ് അന്തോണീസിന്റെ സെബസ്ത്യാനോസിന്റെ പ്രാർത്ഥനാ സഹായങ്ങളും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ മറിയം തെരേസയുടെയും വിശുദ്ധ ചാവറിയച്ചന്റെയും വിശുദ്ധ ഇബ്രേസ്യാമ്മയുടെയും വിശുദ്ധ ദൈവസഹായ പിള്ളയുടെയും സഹായങ്ങളും നിങ്ങളുടെ വേദകാരണബോധനായ വിശുദ്ധന്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെയും മധ്യസ്ഥയുടെയും പ്രാർത്ഥനാ സഹായങ്ങളും സ്വർഗം നിങ്ങൾക്ക് സമാനമായി നൽകിയിരിക്കുന്ന കാവൽമാലാക്കയുടെ സംരക്ഷണം നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും കുരിശുപരശം ശുശ്രൂഷ സ്ഥാപനം തമ്പുരാനെ ക്രിസ്തുവിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് പരസ്പരം സ്തുതിയെല്ലാം. ഈശോമിശിഹായ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പായിട്ടോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലൂടെയൊക്കെ അയച്ചു തരിക. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.